ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് ഒരു വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു നോക്കാം. ഇതിപ്പോൾ അരിപ്പുട്ടാണ്. ഈ പുട്ട് ഒരു പുതിയ രീതിയിൽ നമുക്ക് പുട്ട് കഴിക്കാം. നമ്മളെപ്പോഴും കറി, പഴം ഒക്കെ കുട്ടികൾ കഴിക്കണേ. ഇതൊന്നുമില്ലാതെ രസകരമായിട്ട് നമുക്ക് പുട്ട് കഴിക്കണം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പുട്ടങ്ങ് പൊടിക്കുകയാണ്. പുട്ട് പൊടിച്ചാലേ കഴിക്കുള്ളൂ, അല്ലെങ്കിലും അവനവന് കഴിക്കാൻ വേണ്ടി നമ്മുടെ കൈ കൊണ്ട് പൊടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ഞാനിവിടെ ഒരു 2 പപ്പടം വെച്ചിട്ടുണ്ട്. ഈ പപ്പടം കാച്ചുവാണ്, എണ്ണ വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ പുട്ടിൻ്റെ കൂടെ 2 പപ്പടം കാച്ചി ഇട്ടു. ഇനി വേറൊരാളെ കൊണ്ട് ഇടാൻ പോകണം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് തന്നെ ഞാൻ 2 തൈര് മുളക് അറിയാമല്ലോ, നമ്മൾ വറുത്ത് കഴിക്കണ മുളക്, തൈരിലൊക്കെ ഇട്ട് ഉണക്കി വളർത്തെടുക്കണ മുളക്, അതാണ്. അത് നമുക്ക് 2 എണ്ണം വറുത്ത് മുളക് നമ്മൾ ഇട്ട് ഇതിലോട്ട്. ഇനി അടുത്ത കാണാം. പപ്പടം കാച്ചിയ എണ്ണ കുറേ കൂടുതലുണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് വേണ്ടിയുള്ള എണ്ണ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. നമുക്ക് മുട്ട ഇതിലോട്ട് നേരിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ ചതച്ച മുളക്, എനിക്ക് ചതച്ച മുളക് ഇഷ്ടമാണ്, ഞാൻ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. നമ്മളിവിടെ പുട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പുട്ടിലോട്ട് ഈ പപ്പടം പൊടിച്ചിടുന്നു. ഇതാണ് വലിയ കാര്യം ആയിരിക്കും അല്ലേ, പക്ഷെ വലിയ കാര്യം, രസമാണ് കഴിക്കാൻ. ഇനി ഈ മുളകും കൂടെ അതുപോലെ പൊടിച്ചിടണം. മുളക് തണുത്ത് പോയി, കുറച്ച് നേരം ആയില്ലേ, അതുകൊണ്ട് അതും കൂടെ ചേർത്ത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്നില്ല, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി പുട്ടാണ്. പുട്ട് കുറ്റിയിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആവി കയറുമ്പോൾ ഇതൊക്കെ വല്ലാതെ തണുത്ത് പോകും. ഇങ്ങനെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. എന്താണ് നമ്മുടെ വെറൈറ്റി പുട്ട്. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ പുട്ട് കഴിക്കണ പോലെ തന്നെ കഴിക്കാം, പക്ഷെ കറി വേണമെന്നില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?